കോഴിക്കോട് പാലാഴി ഇരിങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം തെരുവുനായയുടെ ആക്രമണം. സ്കൂളിലെ +1 വിദ്യാർത്ഥിയടക്കം 3 പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്ക്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിന് സമീപത്ത് തെരുവുനായ ശല്യം പതിവാണ്. ദൃശ്യ പുതിയേടത്തിന്റെ റിപ്പോർട്ട്. പാലാഴി ഇരിങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അടക്കം +1 വിദ്യാർത്ഥി അടക്കം 3 പേർക്കാണ് ഇപ്പോൾ തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത്. ഈ സ്കൂളിലെ അധ്യാപകരും കുട്ടിയുടെ അഭയുടെ രക്ഷിതാവുമാണ് നമ്മുടെ കൂടെയുള്ളത്. മകൻ ഇന്ന് രാവിലെ സ്കൂളിൽ വരുമ്പോഴായിരുന്നല്ലോ. മകൻ രാവിലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്നാണ് കടിയേറ്റത്. കുറേ നായ്ക്കളുണ്ട്, പരിസരവാസികളൊക്കെ കടിച്ച് ഇതായിട്ടുണ്ട്. പട്ടികൾ തന്നെ കച്ചറ കൂടിയിട്ട് 2 പട്ടി മരിക്കുകയും ചെയ്തതാണ് കടിപിടി കാരണം. അയൽവാസികൾക്കും ഒക്കെ പരിക്കുണ്ട്. കുട്ടിയുടെ എവിടെയാണ് പട്ടി കടിച്ചത്? സ്കൂളിലേക്ക് കുട്ടിക്കാലിൻ്റെ ഭാഗത്താണ്. പാൻറ് വരെ കീറിപ്പോയിക്കുന്നു. പാൻറ് വരെ കീറിപ്പോയി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. കോളേജ് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇപ്പോൾ ചികിത്സയിലാണ്. അപ്പോൾ അങ്ങനെ പോലെ പരിസരവാസികളുടെ ഒപ്പമുള്ള 2 കുട്ടികൾക്കും പരിക്ക് ആക്രമിച്ചിരുന്നു പട്ടികൾ. ഒന്നും പറ്റിയില്ല എന്നുള്ളൂ. എനിക്ക് വല്ല പരിക്കില്ല. ഇവന് മാത്രമേ പരിക്കുള്ളൂ. ഇരിങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് നമ്മുടെ കൂടെയുള്ളത്. കുട്ടി രാവിലെ വരുന്ന വഴിയിലായിരുന്നു. അതെ, രാവിലെ വരുന്ന സമയത്ത് ഗേറ്റിന്റെ പുറത്തിൽ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവിടെ പട്ടികൾ ഒരുപാടുള്ള ഒരു പ്രദേശം. ഒരുപാട് പട്ടികൾ മലയുടെ മുകളിലുണ്ട്. ഇത് പുറമേ നിന്ന് വന്നൊരു നായയാണ് ബാക്കി എല്ലാത്തിനെയും കടിച്ചിട്ടുള്ളത്. മാത്രമല്ല കുട്ടിയെ മാത്രമല്ല തൊട്ടടുത്ത വീട്ടിലുള്ളൊരു സ്ത്രീയെയും മറ്റൊരു മുതിർന്ന ഒരു ആളെയും കടിച്ചിട്ടുണ്ട്. അവർ 3 പേരിപ്പം ഇവിടെ വാക്സിന് വേണ്ടി വന്നിട്ടുണ്ട്. മറ്റു കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ ഓടിച്ചിരുന്നു. പിന്നെ അവിടെ അതെ, ഇപ്പോൾ കടിയേറ്റ കുട്ടിയുടെ തൊട്ട് മുമ്പ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് പാഞ്ഞടുത്തിരുന്നു പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് അവൾ കൊതറിയുകൊണ്ട് വേറെ കുട്ടിയുടെ അടുത്തേക്കാണ് വന്നത്. അങ്ങനെയാണ് ആ പയ്യന് കടി കുടുങ്ങിയത് എന്ന് പറയുന്നത്. ഇതിന് മുന്നേ പ്രദേശത്ത് ഇങ്ങനെ തെരുവുനായുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പസിൽ നിലവിൽ 4 എണ്ണം സ്ഥിരമായിട്ടുണ്ട്. വലിയ ശല്യം. വരാന്തയിലൊക്കെ ഈ നായ ഒരുപാട് ശല്യങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പരാതി ആരെങ്കിലും അറിയിച്ചിരുന്നു? നമ്മൾ പഞ്ചായത്തിൽ ഇൻഫർമേഷൻ മുനിസിപ്പൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള നടപടി എടുക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോഴുണ്ടായത് പുറത്തു നിന്ന് വന്നതിൽ പുതിയൊരു നായയിൽ നിന്നാണ് ഈ കടി ഉണ്ടായത്. ഈ നായ അവിടെ നിലവിലുണ്ടായിരുന്ന ഒരുപാട് നായകളെ കടിച്ചിട്ടുണ്ടെന്നാണ് പരിസരവാസികൾ നമ്മളോട് ഇന്ന് അറിയിച്ചത്. അപ്പോൾ ഇനിയും ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് ഇത് പോകാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ 3 പേരെ, അതായത് ഈ സ്കൂളിലെ ഇരിങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ അഭയ്, ഇത് കൂടാതെ തന്നെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന മല്ലിക, രാജു എന്നിവരെ കൂടിയാണ് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 3 പേരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവർ വാക്സിനേഷനും മറ്റു കാര്യങ്ങളുമായി. ഈ അഭയുടെ കാലിന് മുട്ടിന് താഴെ കാര്യമായൊരു പരിക്ക് കൂടി ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇവരെയൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ദൃശ്യ പുതിയേടത്ത്, മീഡിയ 1, കോഴിക്കോട്.